ഈ സ്ട്രോബെറി ഉണ്ടോ, ഇത് വർഷത്തിൽ എല്ലാ ദിവസവും കായുണ്ടാകുന്ന ഒരു നാടൻ വെറൈറ്റിയാണ്. നല്ല സ്വീറ്റാണ്, നല്ല ടേസ്റ്റാണ്. ഇത് ധാരാളം ഉണ്ടാവും. ഒരു മൂട്ടിൽ തന്നെ കുറേ കായകളും പൂവും, എപ്പോഴും പൂവും കായും ഉണ്ടാവും. ഇതിന് വലിയ വിലയുണ്ടെന്നൊക്കെയാണ് പറയുന്നത് വിദേശത്തൊക്കെ. ഒരു 30 വർഷമായിട്ട് ഞാൻ ജോലിക്ക് പോകുന്നതിനോടൊപ്പം തന്നെ എനിക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും മാറി മാറി വിത്തും തൈകളും കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. പഴുത്തപ്പോൾ നല്ല റെഡ് ലേഡി പപ്പായ ഇപ്പോഴും പഴുത്ത് നിൽപ്പുണ്ട്. ഇത് വേറൊരു ടൈപ്പ് വഴുതനയാണ്. എല്ലാം കൂടെ ഒരു 6-7 ടൈപ്പ് വെറൈറ്റി വഴുതന എപ്പോഴും ഉണ്ടാകാറുണ്ട്. ജൈവ പച്ചക്കറികൾ മാത്രം വാങ്ങാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെ അത് അന്വേഷിച്ച് വരുന്നവർക്ക് തന്നെ ഇത് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇതൊരിക്കലും വാടില്ല. നമ്മൾ 2 ദിവസം കൂടുമ്പം ഇതിൽ വെള്ളം നിറച്ച് കൊടുത്താൽ മതി. ഇപ്പം ജോലിക്ക് പോകുന്നതെങ്കിൽ രാവിലെ ഇത് ചെയ്ത് വച്ചിരുന്നാൽ നമുക്ക് ധൈര്യമായിട്ട് പോകാം. വൈകുന്നേരം വന്ന് ഒന്ന് നോക്കിയാൽ മതി. സുരക്ഷിതമായ മട്ടുപ്പാവ് കൃഷിയാണിത്. എൻ്റെ പേര് ശ്രീജ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കട വഴയില തരങ്കിണി ഗാർഡൻസിലാണ് താമസിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ജോലി. കഴിഞ്ഞ ഏപ്രിലിൽ റിട്ടയറായി. പക്ഷേ ഞാൻ 30 വർഷമായിട്ട് ടെറസിൽ കൃഷി ചെയ്യുന്നു. എനിക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. പുറത്തുനിന്നൊന്നും വാങ്ങാറില്ല. അന്നൊക്കെ രാവിലെ കയറി വിളവെടുക്കും, വൈകുന്നേരമാണ് ഇതിൻ്റെ കൂടെ നിന്ന് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജോലിക്ക് പോയാലും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് രാവിലെയും വൈകിട്ടും സമയം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സമയം കൂടുതൽ കിട്ടുന്നുണ്ട്. രാവിലെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. ഈ സ്ട്രോബെറി ഉണ്ടോ, ഇത് വർഷത്തിൽ എല്ലാ ദിവസവും കായുണ്ടാകുന്ന ഒരു നാടൻ വെറൈറ്റിയാണ്. നല്ല സ്വീറ്റാണ്, നല്ല ടേസ്റ്റാണ്. ചെറിയൊരു പുളിയും ഉണ്ട്. പിന്നെ ഇതിൽ ധാരാളം തൈകൾ ഉണ്ടാവാറുണ്ട്. ആ തൈകൾ തന്നെ വേറെ എടുത്ത് മാറ്റി മാറ്റി നട്ടാണ് ഇത്രയും കൂടുതൽ പിടിപ്പിച്ചേക്കുന്നത്. ഇത് സാമാന്യം വലിയ കായുമാണ്, നല്ല ടേസ്റ്റാണ്. ഒരു 10-15 വർഷമായി ഒരു നഴ്സറിയിൽ നിന്ന് ഒരു ചെറിയൊരു തൈ വാങ്ങി നട്ടതാണ്. അതിൽ നിന്ന് ഉണ്ടാക്കിയ തൈകൾ മാറ്റി നട്ടാണ് ഇത്രയും എണ്ണം പിടിപ്പിച്ചെടുത്തത്. സാധാരണ നമ്മളെ സ്ട്രോബെറി തണുപ്പുള്ള സ്ഥലങ്ങളാണ് കായ്ക്കുന്നതെന്ന് പറയും. പക്ഷേ ഇതിന് ചെറിയൊരു ഷെയ്ഡ് മതി. ഈ ഷെയ്ഡിൽ നട്ട് വരുന്നതാണ് ഇത്രയും നന്നായി ഫലം കിട്ടുന്നത്. കൂടുതൽ നല്ല വെയിൽ കൊള്ളാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഷെയ്ഡിൽ ഈ മരങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ തെങ്ങിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ കൊണ്ട് നട്ടത്. പിന്നെ വളം സാധാരണ നമ്മുടെ ജൈവ സ്ലറിയും കോഴിവളവും ഞാൻ എൻ്റെ വീട്ടിലുള്ള വളങ്ങൾ എല്ലാ ചെടികൾക്കും കൊടുക്കുന്നത് തന്നെയാണ് ഇതിനും കൊടുക്കുന്നത്. നട്ടിരിക്കുന്നത് റബ്ബർ കുട്ടയിലാണ്. ഈ റബ്ബർ കുട്ട എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ കട്ട് ചെയ്തതാണ്. ഓട്ടോറിക്ഷയുടെ ടയർ വാങ്ങിയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ റബ്ബർ ചട്ടിയാക്കിയതാണ്. അതാണ് ഈ സ്ട്രോബെറിയുടെ വേരുകൾ ഒരുപാട് താഴ്ന്നു പോകത്തില്ല. അതുകൊണ്ട് ഇതിങ്ങനെയുള്ള കുട്ടയാണ് ഏറ്റവും നല്ലത് നടാൻ വേണ്ടി. ഇതിൽ നിന്ന് ധാരാളം തൈകൾ വരും. തൈകൾ വരുന്നതിനെയാണ് ഞാൻ എടുത്ത് ഇവിടെ നട്ടേക്കുന്നത്. ഇതിൽ നടുമ്പോൾ ഇതിനപ്പുറം ഇവിടെ 2 സൈഡിലും ഇങ്ങനെ കായ്ച്ച് കിടക്കുമ്പോൾ മണ്ണ് പറ്റാതെ കായ നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും കയറി ഇത് പറിച്ച് കഴിക്കാറുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒന്ന് കഴുകുക പോലും വേണ്ട, അത്ര ധൈര്യത്തിൽ പറിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതുണ്ട് ഇവിടെ, ഇത് ധാരാളം ഉണ്ടാവും. ഒരു മൂട്ടിൽ തന്നെ കുറേ കായകളും പൂവും, എപ്പോഴും പൂവും കായും ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്ന ഗോൾഡൻ ബെറി. ഇതിൻ്റെ വിത്ത് തന്നെ വീണ് കായ നല്ല മഞ്ഞ നിറമാണ് ഇതിനകത്ത് ഉള്ള കായ. ഇത് നല്ല സ്വീറ്റാണ്. ധാരാളം ഇതിൻ്റെ വിത്ത് വീണ് ഇങ്ങനെ തൈകളുണ്ടാവാറുണ്ട്. ഇതിന് വലിയ വിലയുണ്ടെന്നൊക്കെയാണ് പറയുന്നത് വിദേശത്തൊക്കെ. ഇത് നമ്മൾ സാധാരണ പറിച്ച് കയറി വരുമ്പോൾ ഇത് സ്ട്രോബെറിയൊക്കെ ചുമ്മാ പറിച്ച് കഴുകോലും ചെയ്യാതെ പറിച്ച് കഴിക്കുന്ന സാധനങ്ങളാണ്. ഇത് നല്ല മധുരമുള്ളതാണ്. പണ്ടൊക്കെ പറമ്പിൽ ധാരാളം ഉണ്ടാകുന്നതാണ്. ഇതിപ്പം വലിയ ഡിമാൻഡാണ്. ഇത് കാശ്മീരി ചില്ലി നമ്മൾ പൊടിപ്പിക്കാൻ വേണ്ടി വാങ്ങിയ വിത്ത് നട്ടതാണ്. ഇതാകുമ്പോൾ വലിയ കീടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, അസുഖമൊന്നും ഉണ്ടാകുന്നില്ല, നിറയെ കായ്ക്കും. ഈ പഴുത്ത മുളക് തന്നെ നമുക്ക് വീണ്ടും ഉണക്കി പൊടിപ്പിക്കാൻ ഉപയോഗിക്കാം. ഇത് ഈ മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ടാങ്കായിരുന്നു. അതിലൊരു പപ്പായ തനിയെ കിളിർത്ത് വന്ന് അത് പഴുത്തപ്പോൾ നല്ല റെഡ് ലേഡി പപ്പായ ഇപ്പോഴും പഴുത്ത് നിൽപ്പുണ്ട്. കുറേ കായകൾ ഞാൻ അടർത്തു. നല്ല ടേസ്റ്റാണ്, നല്ല റെഡ് ലേഡി പപ്പായയാണിത്. ഇത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ നമുക്ക് എപ്പോഴും ഇതുപോലെ കായ ഉണ്ടാവാറുണ്ട്. ഇത് ഏത് വെറൈറ്റി ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ലതായിട്ട് നല്ല നിറയെ കായ ഉണ്ടാവും. എപ്പോഴും നമുക്ക് ആവശ്യത്തിന് ടൊമാറ്റോ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു 1200 സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് ഈ ടെറസ് ഉള്ളത്. ഇവിടെ മാക്സിമം വയ്ക്കാൻ പറ്റുന്ന ഗ്രോ ബാഗും ചട്ടികളും വെച്ച് ഞാൻ എല്ലാ ഐറ്റംസും ചെയ്യുന്നുണ്ട്. മാറി മാറി വിത്തൊക്കെ കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ചെയ്തു വരുന്നുണ്ട്. എൻ്റെ ആവശ്യത്തിനുള്ളതെല്ലാം അധികവും കിട്ടുന്നുണ്ട്. ഇവിടെ എനിക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് അധികം ഉള്ളത് ഞാനിവിടെ നമുക്ക് വഴുതക്കാട് ഗാന്ധി സ്മാരക നിധിയിലൊരു വിപണിയുണ്ട്. അവിടെ കൊണ്ടുപോയി കൊടുക്കും. അവിടെ ഈ ജൈവ പച്ചക്കറികൾ മാത്രം വാങ്ങാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെ അത് അന്വേഷിച്ച് വരുന്നവർക്ക് തന്നെ ഇത് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അവിടെ വിപണിയിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം വെച്ച് നമുക്ക് ഗ്രോ ബാഗ് വാങ്ങിക്കാനും ഈ ബിൻ വാങ്ങിക്കാനും
വളങ്ങൾ ഞാൻ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ തൈകളൊക്കെ വാങ്ങാനുള്ള ചെറിയൊരു തുക കിട്ടുന്നുണ്ട്. അത് ഉദ്ദേശിച്ചല്ല ഞാൻ കൊടുക്കുന്നതെങ്കിലും അത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇത് വഴുതന വെറൈറ്റിയാണ്. ഇത് വേങ്ങേരി വഴുതന, ഇത് ഇല്ലിക്കൊമ്പൻ വഴുതന, ഇത് സാദാ പച്ച വഴുതന, ഇത് വേറൊരു തരം വെറൈറ്റി വഴുതനയാണ് വയലറ്റ് കളറിലുള്ളത്. ഇത് വേറൊരു ടൈപ്പ് വഴുതനയാണ്. എല്ലാം കൂടെ ഒരു 6-7 ടൈപ്പ് വെറൈറ്റി വഴുതന എപ്പോഴും ഉണ്ടാകാറുണ്ട്. വഴുതന ഇങ്ങനെ നിറയെ ഒരു 3-4 മാസം ഇത് നിൽക്കാറ്. ഒരു വർഷമൊക്കെ നിൽക്കും തറയിൽ നടുവാണെങ്കിൽ. ഇവിടെ ഗ്രോ ബാഗിൽ ഒരു 5-6 മാസമൊക്കെ നിന്ന് ഇങ്ങനെ കായ്ക്കാറുണ്ട്. ഞാൻ ഈ കൃഷി തുടങ്ങാൻ കാരണം 1996 ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫറായി വരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തോമസ് സാറ് കൊണ്ടുവരുന്ന കറികൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുപോകുന്ന കറികളുടെ ടേസ്റ്റും അതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, ഇത് എങ്ങനെയാണ്, ഇത് എവിടുന്നാണ് പച്ചക്കറി വാങ്ങുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു സാറിൻ്റെ വീട്ടിൽ ടെറസിൽ ഇതൊക്കെ നട്ടു വളർത്തുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ സാറിന് 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, ടെറസിൽ കവറുകളും ഇത് സിമൻറ്റ് ചാക്കിലൊക്കെയാണ് നട്ടു വളർത്തുന്നതെന്നും. പിന്നെ സാറ് എനിക്കത് ഭയങ്കര ആകാംക്ഷയായി, ഇതെങ്ങനെ എനിക്കും ഇത് പറ്റുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള കറികൾ കഴിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ സാറ് എനിക്ക് വിത്ത് കൊണ്ട് തന്നു, പിന്നെ എങ്ങനെയാണ് നടേണ്ട രീതികളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ അന്ന് മുതൽ ആ ടേസ്റ്റി പച്ചക്കറി കഴിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ ചെയ്ത് തുടങ്ങിയത്. പിന്നീടാണ് ഈ വിഷരഹിത പച്ചക്കറി എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ വന്നത്. പിന്നീടാണ് അതിനെക്കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി. ഈ മുളക് പോലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പം ഇത്രയും ശുദ്ധമായ മുളകൊന്നും കിട്ടാറില്ല. അപ്പം നമ്മൾ വിഷമില്ലാത്ത കറികൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാനും പറ്റും. അന്ന് പോലെ ഇങ്ങനെ തന്നെ ചെയ്തു പോരുന്നു. ഇത് റെഡ് ആനക്കൊമ്പൻ വെണ്ടയാണ്. നിറയെ നല്ലൊരു കായ ഉണ്ടാവാറുണ്ട്. ഇത് കായ്ച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മണ്ട ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ ധാരാളം ശാഖകൾ വന്ന് അവിടെ അതിലും കായകൾ ഉണ്ടാവാറുണ്ട്. ഒരു 5-6 മാസം തന്നെ നിന്ന് കായ കിട്ടാറുണ്ട്. ഇത് വിത്തിന് നിർത്തിയേക്കുക. ഇതൊന്നും മൂത്തില്ല, ഇതൊക്കെ അടക്കാറായതാണ്. പച്ചക്കറികളോടൊപ്പം പൂക്കളും വളർത്തുന്നുണ്ട്. ഇത് ബൊഗൈൻവില്ല, മിക്കവാറും 5-6 കളറുണ്ട് എനിക്ക് കളക്ഷൻ. കുറേ വർഷമായിട്ട് ഇത് ഇങ്ങനെ ഉണ്ട്. പ്രൂൺ ചെയ്ത് കൊടുക്കും. ഈ സമയത്ത് നന്നായിട്ട് പൂ വരാറുണ്ട്. ഇത് കെയിലാണ്. കെയിൽ ഇല തോരൻ വയ്ക്കാൻ ഉപയോഗിക്കും. ഇത് അടിഭാഗത്തു നിന്നുള്ള പാകമായ ഇല നമുക്ക് പൊട്ടിച്ചെടുത്ത് തോരൻ വയ്ക്കാൻ ഉപയോഗിക്കാം. നമുക്കിതിവിടെ നമുക്ക് നട്ടു വളർത്തിയാൽ നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് മാർക്കറ്റിലൊക്കെ നല്ല വിലയുള്ള സാധനമാണ്. ഈ കെയിൽ ഇലക്കറികളെല്ലാം നല്ല വിലയുള്ളതാണല്ലോ. ഇത് മയിൽപ്പീലി ചീരയാണ്. ഇത് സാധാ റെഡ് കളർ ചീര. ഇത് കോളിഫ്ലവറാണ്. കോളിഫ്ലവർ നമുക്ക് ഇത്ര വലിപ്പമേ ഉണ്ടാവുള്ളൂ. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പം കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവാറില്ല. ഇത് ബ്രൊക്കോളി പൂത്ത് വരുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കോളിഫ്ലവറും ബ്രൊക്കോളിയും ക്യാബേജ്, കെയിൽ എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇതൊരു ക്യാബേജ് ഏകദേശം വിളവെടുക്കാറായിട്ടുള്ളതാണ്. ഇത് ഈ വലിയ ബേസിനിൽ വെച്ചതുകൊണ്ടാണ് ഇത്രയും വലിപ്പമായിട്ട് വന്നത്. ഇപ്പം 30 വർഷമായെന്ന് പറഞ്ഞല്ലോ നട്ട് തുടങ്ങിയിട്ട്. പക്ഷേ ഈ കഴിഞ്ഞ വർഷമാണ് ഉള്ളൂർ രവീന്ദ്രൻ സാറിൻ്റെ വീട്ടിലൊരു ക്ലാസ്സിന് പോയപ്പോൾ അവിടെ സാറ് പറഞ്ഞിരുന്ന രീതിയിലാണ് ഞാൻ ഇപ്പം നടുന്നത്. അതായത് കരിയില കൂടുതൽ ഉപയോഗിച്ചിട്ടും മണ്ണും വളവും മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ കുറച്ച് പോട്ടി മിക്സ് വെച്ചിട്ട് ചുറ്റും കരിയില വെച്ചിട്ട് നടുന്ന രീതിയാണ്. അതാകുമ്പോൾ വെയിറ്റ് കുറവായിരിക്കും. അപ്പം ചെടികൾക്കൊക്കെ നല്ലോണം വേര് ഓടുന്നതിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് നടുന്നത്. പിന്നെ എൻ്റെ വളം കോഴിവളം, ബയോഗ്യാസ് സ്ലറി ഉണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സ്ലറി, വേപ്പിൻ പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, അങ്ങനെയുള്ള സ്ലറി ഉപയോഗിക്കും. ഫിഷ് അമിനോ ആണ് പ്രധാന വളം. ഫിഷ് അമിനോ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ടൈം ടേബിൾ വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോന്ന് ചെയ്യും. ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ അന്നേ ഒരു ടൈം ടേബിൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെ ഭയങ്കര വെയിലാണ്. രാവിലെ എനിക്ക് ഓഫീസിൽ പോകുമ്പം ഇത് നനയ്ക്കാനും കയറി നോക്കാനുള്ള സൗകര്യം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് വിക്ക് ഇറിഗേഷൻ ചെയ്തത്. വിക്ക് ഇറിഗേഷൻ ആകുമ്പോൾ ഇതുപോലെ പൈപ്പിൽ വെള്ളം നിർത്തി ഇതുപോലെ ഹോൾ ഉണ്ടാക്കിയിട്ട് ഈ വിക്ക് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യും. വിക്കിൻ്റെ കുറച്ച് ഭാഗം ഈ ഗ്രോ ബാഗിലും ആയിരിക്കും. അപ്പം ഈ കാപ്പിലറി ആക്ഷൻ വഴി, ഈ വിക്ക് വഴി വെള്ളം എപ്പോഴും നനവ് ഈ ചെടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരിക്കലും വാടില്ല. നമ്മൾ 2 ദിവസം കൂടുമ്പം ഇതിൽ വെള്ളം നിറച്ച് കൊടുത്താൽ മതി. വെള്ളം കുറയുന്നതിനനുസരിച്ച് ഇതിൽ നിറച്ച് കൊടുത്താൽ മതി. ഇത് വിക്ക് ഞാനിപ്പോൾ തുടങ്ങിയിട്ടൊരു 10-15 വർഷത്തോളമായി. വിക്കിന് നല്ല വിലയുണ്ട്, പൈപ്പിനും നല്ല വിലയുണ്ട്. പക്ഷേ നമുക്ക് നല്ല സൗകര്യമാണ്. നമുക്കിപ്പം ജോലിക്ക് പോകുന്നതെങ്കിൽ രാവിലെ ഇത് ചെയ്ത് വച്ചിരുന്നാൽ നമുക്ക് ധൈര്യമായിട്ട് പോകാം. വൈകുന്നേരം വന്ന് ഒന്ന് നോക്കിയാൽ മതി. കുറവുള്ളതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇത് വിക്ക് ഇറിഗേഷൻ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എല്ലാ ദിവസവും കയറി ഓരോ ഇലയും സൂക്ഷ്മമായിട്ട് നോക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് രാത്രിയിലാണ് ഈ പുഴുക്കളൊക്കെ വന്ന് ഒച്ചൊക്കെ വന്ന് ഇലകളൊക്കെ കടിക്കാൻ വരുന്നത്. അപ്പം ടോർച്ച് കൊണ്ടുവന്ന് ഓരോ ഇലയും നോക്കി അതിനെയൊക്കെ പറക്കി കളയണം. വിക്ക് രാവിലെ കുറച്ച് വെള്ളം കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ എല്ലാ ദിവസവും വളരെ ശ്രദ്ധയോടുകൂടി കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ തന്നെ
ശ്രദ്ധിച്ച് നോക്കിയാലേ ഇത് കിട്ടുള്ളൂ. ടെറസ് കൃഷിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും രാത്രിയാണെങ്കിലും നിന്ന് ലൈറ്റ് ഉണ്ടായിരുന്ന രാത്രിയാണെങ്കിലും നിന്ന് നമുക്ക് വളം ഇടാനും വെള്ളം ഒഴിക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട്. ഇപ്പം വൈകുന്നേരം നമ്മൾ രാത്രിയാണ് ജോലിക്ക് പോയിട്ട് സന്ധ്യയ്ക്കാണ് വന്നതെങ്കിലും നമുക്കിവിടെ കയറി ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കാനുള്ള സമയമുണ്ട്. പേടിക്കേണ്ട, നമുക്ക് മുകളിൽ ഇവിടെ കയറി നിന്ന് ഇവരെല്ലാം ശ്രദ്ധിക്കാൻ പറ്റും. ഒരു ലൈറ്റ് ടോർച്ച് കൊണ്ടുവന്ന് നോക്കണമെന്നുള്ള ഓരോ ഇലകളും സൂക്ഷ്മമായിട്ട് നോക്കേണ്ടി വരും രാത്രി ആയതുകൊണ്ട്. ഇത്രയും നാൾ ടെറസിൽ കൃഷി ചെയ്യുന്നെങ്കിലും ടെറസിന് യാതൊരുവിധ കേടുപാടും സംഭവിച്ചിട്ടില്ല. കാരണം ആദ്യം ഞാൻ ചിരട്ട കമത്തി വെച്ച് അതിലാണ് വെച്ചിരുന്നത്, പിന്നെ ചുടുകല്ല് വെച്ചു, പിന്നീടാണ് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയത്. സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചപ്പോൾ എനിക്ക് വളരെ സൗകര്യമായി, കുനിയണ്ട, നല്ല സൗകര്യമായി. പിന്നെ അടിഭാഗം ടെറസ് നല്ലോണം വൃത്തിയാക്കി ഇടാൻ പറ്റും, വെള്ളം പിടിച്ച് നിൽക്കില്ല. ഇതിപ്പോൾ ഇത്രയും വർഷമായിട്ടും ഒരു ലീക്കോ ഒരു കാര്യങ്ങളോ ഇല്ല. നമുക്ക് സുരക്ഷിതമായ മട്ടുപ്പാവ് കൃഷിയാണിത്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് ഏപ്രിൽ മുതൽ നവംബർ വരെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കായ കിട്ടുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് ഡിസംബറിൽ വരെ കായ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്, നല്ല വലിപ്പമുള്ള കായകൾ കിട്ടും. റെഡ് കളർ വെറൈറ്റിയാണ്, ആകെ നല്ല ചുവപ്പുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇത് ഒരു ടൈപ്പ് കത്തിരിയാണ്. അതിൻ്റെ നിറം ഒരു ലൈറ്റ് പച്ച നിറത്തിലുള്ളൊരു കത്തിരി. ഇത് പഴുത്ത് വരുമ്പോൾ ഈ മഞ്ഞ നിറം വരും. ഇതിപ്പം പഴുത്ത് വരുന്നതാണ്, ഇത് വിത്തിന് നിർത്തിയിരിക്കുന്നതാണ്. ഇതൊരു വയലറ്റ് നിറത്തിലുള്ള കത്തിരിയാണ്. ഇത് കുറച്ചുകൂടെ വലിപ്പം വരും, വലുതാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇതിൽ കുറേ കായകളുണ്ടായി ഞാൻ പറിച്ചു. ഇതൊരു ചെറിയ തൈ ആണെങ്കിലും ഇതിൽ നിറയെ കായകളുണ്ടാകുന്നുണ്ട്. ഇത് അഡീനിയം കുറേ വെറൈറ്റി ഉണ്ട്. എനിക്കൊരു 8 ടൈപ്പ് മൾട്ടി പെറ്റലും സിംഗിൾ പെറ്റലും ആയിട്ട് കുറേ ഉണ്ട്. ഇതിപ്പോൾ എല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഇതെല്ലാം നിറയെ ഇനി പൂവ് വരും. നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ്. ഇത് 15 വർഷം പഴക്കമുള്ള അഡീനിയം എൻ്റെ കൂട്ടത്തിലുണ്ട്. ഇത് വയലറ്റ് കാബേജാണ്. ഇത് ആയി വരുന്നു, കാബേജ് ആയി വരുന്നതേ ഉള്ളൂ, ബഡായി വരുന്നതേ ഉള്ളൂ. മറ്റതിനെ പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് അത് പ്രത്യേകതയാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണിത്. ഇത് പാൽച്ചീരയാണ്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ചീരയാണ്. ഇത് സുന്ദരി ചീര, ഇതും നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്, പൂത്തു തുടങ്ങി. പൂക്കളിങ്ങനെ ഇടയ്ക്ക് നിർത്തിയിരിക്കുന്നത് നമുക്ക് പോളിനേഷന് സഹായിക്കും. കാരണം ധാരാളം ഹണി ബീസ് വരുന്നുണ്ട്. തക്കാളി എൻ്റെ ഏറ്റവും കൂടുതൽ കായകൾ ഉണ്ടാകുന്നത് ഇവിടെ ടെറസിൽ വയ്ക്കുമ്പോഴാണ്. ഈ ഹണി ബി ധാരാളം വരും. അതുപോലെ തന്നെ ചീര പൂക്കാൻ നിർത്തിയിരിക്കുന്നത് ഹണി ബി ധാരാളം വരുന്നുണ്ട്. പച്ചക്കറികളോടൊപ്പം തന്നെ കുറേ നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട് പ്ലാന്റ്സും ഞാൻ നട്ടു വളർത്തുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയാറുണ്ട്, ഇങ്ങനെ ഒരു 100 രൂപ കൊടുത്താൽ പച്ചക്കറി കിട്ടൂലേ, എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്നൊക്കെ പറയാറുണ്ട്. ഞാനിപ്പോൾ രാത്രി തന്നെ 8, 9, 9:30 മണി വരെയൊക്കെ എനിക്ക് ഇവിടെ നിന്ന് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് ഈ ഒരു ടേസ്റ്റും ഈ ഒരു സന്തോഷവും നമുക്ക് കിട്ടില്ല. അപ്പം കുറച്ച് സമയം ഇതിനു വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എല്ലാ പച്ചക്കറികളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇപ്പം എൻ്റെ മക്കൾ തന്നെ പറയാറുണ്ട്, പുറത്തുള്ള വാങ്ങിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ പറയും ഇത് നമ്മൾ ഇവിടെ ഉള്ളതല്ലല്ലോ എന്ന് പറയാറുണ്ട്. അവർക്ക് തന്നെ ആ ടേസ്റ്റ് വ്യത്യാസം ഇപ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ടേസ്റ്റും അതോടൊപ്പം തന്നെ നമുക്ക് വിഷരഹിതമായ പച്ചക്കറി ധൈര്യമായിട്ട് ഇവിടെ നിന്ന് ഒന്ന് കഴുകു പോലും ചെയ്യാതെ പറിച്ച് കഴിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് അത് അനുഭവിച്ചാലേ അതിനെ കുറിച്ച് അത് മനസ്സിലാവുള്ളൂ. എല്ലാവരും പറയും റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, സമയം പോവില്ല എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് റിട്ടയർ ആവാൻ വളരെ സന്തോഷമായിരുന്നു. ഞാനത് ഓരോ ദിവസവും നോക്കിയിരിക്കുമായിരുന്നു ആ ഡേറ്റിന് വേണ്ടി. കാരണം എനിക്ക് ഇവിടെ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ പറ്റും. ഇത് കൂടുതൽ എണ്ണം നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്കത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ എനിക്ക് സമയം കിട്ടുന്നില്ല, രാവിലെയും കൂടി ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് വളരെ സന്തോഷമായി. റിട്ടയർമെൻറ്റ് ഞാൻ ശരിക്കും ആസ്വദിക്കുകയാണ്.